ഇപ്പോൾ വീണ ജോർജിനെതിരായി കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായി എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വരെ നടക്കില്ലേ? അത് ഈ കേരളത്തിൽ അനുവദിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിനും നിലവിലുള്ള സംവിധാനത്തെ അട്ടിമറിക്കുന്നതിനും ശ്രമം നടത്തുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും രംഗത്തിറങ്ങണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല. ഇതിനെ രാഷ്ട്രീയ പ്രശ്നമാക്കാൻ ചിലർ ശ്രമിക്കുകയാണ്, രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും പ്രശ്നമാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങൾ തുടരണം, അതിനെ പിറകോട്ട് കൊണ്ടുപോയിക്കൂടാ. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല തകർന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് കോർപ്പറേറ്റുകളാണ്. അതിന് ജനങ്ങളുടെ ജീവൻ ഇട്ട് എറിഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ ചൂണ്ടിക്കാണിക്കണം, ചൂണ്ടിക്കാണിച്ചത് തിരുത്തണം. ഞാൻ ഇന്നത്തെ മനോരമയിൽ ഞാനൊരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വായിക്കുന്നുണ്ടായി. ആ വാർത്തയിൽ ഈ കേരളത്തിൽ ആരോഗ്യമേഖല കൈവരിച്ച നേട്ടത്തെക്കുറിച്ച് ഈ വാർത്തയിലുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ വളർച്ചയും നേട്ടങ്ങളും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. ആരോഗ്യരംഗത്ത് കേരളത്തിൻ്റെ വളർച്ചയും നേട്ടങ്ങളും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ തുടങ്ങിയിട്ടാണ് മനോരമ എഴുതുന്നത്. ഇതോ ലോകത്തിന് മാതൃക എന്ന് പറഞ്ഞ് ആ ഒരു വാചകം ഒഴിച്ച് എല്ലാം കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു പൊളിഞ്ഞ് വീഴാറായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ അടിക്കുറിപ്പുണ്ട്, വസ്തുതയാണത്, ശരിയാണത്. പൊളിഞ്ഞ് വീഴാറായ ഒരു അംഗനവാടി കെട്ടിടം. അംഗനവാടി കെട്ടിടം അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, വേറെ കെട്ടിടത്തിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാ അത് കൊടുക്കുന്നത്? ആ പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം ശരി, ആ കെട്ടിടം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. ആ ചിത്രം ഇപ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു കൊടുക്കണമെങ്കിൽ അതിലൊരു ഉദ്ദേശം ഉണ്ടാകും. ഇത് ഇങ്ങനെയൊരു നിലപാടെടുത്ത് പോകുന്നത് ശരിയാണ്. നമ്മളെല്ലാവരുടെയും പരിശോധനയ്ക്ക് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ എല്ലാ തരത്തിലും ബഡ്ജറ്റ് വീതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളത്തിൽ കൊടുക്കുകയാണ്, ഒരു സംസ്ഥാനത്തും കൊടുക്കാത്ത നിലയിൽ. ഈ ആക്ഷേപങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നുണ്ട്. ഇത് സംരക്ഷിക്കപ്പെടണം. കുറവുകൾ പരിഹരിക്കണം. ചില ഒറ്റപ്പെട്ട കുറവുകൾ ഉണ്ട് എന്നുള്ളത് തർക്കമൊന്നുമില്ല. ഒറ്റപ്പെട്ട കുറവുകൾ ആ അർത്ഥത്തിൽ കണ്ടതിന് പരിഹാരം കണ്ടെത്തണം, അതാണ് ചെയ്യേണ്ടത്. നല്ലതിനെ ഉയർത്തിപ്പിടിക്കണം, ശരിയെ ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ ഒരു സമീപനമാണ് വരേണ്ടത്. ദൗർഭാഗ്യവശാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നില രാഷ്ട്രീയ താല്പര്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്നു.